എൽ.ഡി.എഫിന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ ഇടതുനിന്ന് വന്ന ആളുകൾ സുരേഷ് നടത്തുന്ന ആളുകളൊക്കെ യു.ഡി.എഫിന് വേണ്ടി മത്സരിച്ചു വന്നവരുണ്ട്. അപ്പോൾ ഈ യു.ഡി.എഫിലെ ഈ ഇടതുനിന്ന് വന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനൊരു ശ്രമമാണ്. ഇപ്പോൾ ഈ സുരേഷിനെ പോയി കാണുന്നു, ഈ സുധാകരനെ പോയി കാണുന്നു, ഇലക്ഷന് ശേഷം ഒരു മാറ്റം ഉണ്ടായാൽ അങ്ങനെ ഒരു കൂട്ടായി ഒന്നിച്ചൊരു ബ്ലോക്കായിട്ടിരിക്കാനൊക്കെ ഒരു തീരുമാനമാണ്. അല്ല, അതൊക്കെ യു.ഡി.എഫ് ലീഡർഷിപ്പുമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഇവരെയൊക്കെ വ്യക്തിപരമായി കാണുന്നു എന്ന് പറയുന്നത് ഞാൻ തുടങ്ങി വെച്ചൊരു പോരാട്ടം. ഇന്നലെ സുരേഷ് വളരെ വ്യക്തമായി നിങ്ങളോടത് പറഞ്ഞതാണ്. PV അൻവർ തുടങ്ങി വെച്ച പോരാട്ടമാണിത്. അതിൻ്റെ പരിണിത ഫലമാണ് കേരളത്തിലെ പിണറായിസം എന്ന് പറയുന്നത്. അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തുടങ്ങി വെച്ച ആ വിഷയത്തിൽ പിന്നീട് കടന്നു വന്നവരാണ് ഈ പറയുന്നവരൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ പക്ഷത്ത് ഒരേ ഭാഗത്തു നിന്ന് ഒരേപോലെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ അവിടുന്ന് വിട്ടുവന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി മറ്റു പലരും പ്രവർത്തിക്കുകയും ചെയ്ത അവരെ ഒന്ന് കാണുക, സംസാരിക്കുക എന്നത് എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് അതിനൊന്നും സാധിക്കില്ല. ഇതിൽ പലരും സ്ഥാനാർത്ഥികളായവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടയർഡ്നെസ് ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇവരെയൊക്കെ സൗഹൃദപരമായി കാണുന്നു എന്നതിലപ്പുറം മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് യു.ഡി.എഫ് ലീഡർഷിപ്പാണ്. ആ യു.ഡി.എഫ് ലീഡർഷിപ്പുമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണത് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഭാവി കേരളത്തിന് ഇപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറി പിണറായിക്കെതിരെ CPM-ൻ്റെ അകത്ത്, ഇടതുപക്ഷത്തിനകത്ത് ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരുമിച്ച് നിൽക്കുകയും നാളെ യു.ഡി.എഫിന് ശക്തി പകരുന്ന ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ്, ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പല ഘട്ടങ്ങളിലും നിങ്ങളോട് പറഞ്ഞു, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ റിയൽ ലെഫ്റ്റ്, നെഹ്റുവിയൻ ലെഫ്റ്റിസ്റ്റ് ഞങ്ങളാണ്, മറുഭാഗം പരിപൂർണമായി മുതലാളിത്ത പാർട്ടിയായി മാറിയെന്ന് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. ആ സാധ്യത എങ്ങനെ യു.ഡി.എഫിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വരാനിരിക്കുന്ന പൊളിറ്റിക്സിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന ഒരു ആലോചന. രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും പരീക്ഷണശാലയാണ്. അതിൽ ആലോചനകൾ ഉണ്ടാവണം, അതിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവണം. അത്ര കണ്ടാൽ മതി അതിനെ. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പോകുക എന്ന് പറയുന്നത് ഞാനൊരു വ്യക്തിയല്ല. എന്നോടൊപ്പം നിൽക്കുന്ന പല ആളുകൾ, പല വ്യക്തികൾ, പല സംഘടനകൾ, ഇവർക്കൊന്നും ഡയറക്റ്റായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചേരാൻ പറ്റും. അവരൊക്കെ പലരും ഇൻഡിവിജ്വൽ കാഴ്ചപ്പാടുള്ളവരാണ്. ഇവർക്കൊക്കെ യു.ഡി.എഫുമായി നല്ല രീതിയിൽ യോജിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്താൻ സാധിക്കും. അതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് മാത്രമേ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ആദ്യം ഒരു പാർട്ടി രൂപീകരിച്ചു, പിന്നീട് DMK, മൂന്നാമതൊരു പാർട്ടി രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം. രാഷ്ട്രീയ കേരളം അങ്ങനത്തെ ഒരു സാഹചര്യത്തെ ഇതുവരെ എന്താ പറയുക പരിചിതമല്ലാത്തൊരു പാറ്റേൺ കൂടിയാണല്ലോ. അക്സെപ്റ്റൻസ് അവിടെയാണ് പ്രശ്നം. DMK എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യൽ സംഘടന, പൊളിറ്റിക്കൽ സംഘടന ആക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാം, അന്നും പറഞ്ഞതാണ്, ഇന്നും DMK നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അതൊരു സോഷ്യൽ സംഘടന. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത് അന്ന് DMK-യുമായിട്ടുള്ള ഒരു അലയൻസിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം തമിഴ്നാട്ടിലെ അലയൻസുമായി നമ്മൾ ശ്രമിച്ചിരുന്നു. അതിനും പാര വെച്ചത് ഈ പറയുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള ഒരു പരീക്ഷണം എന്ന നിലക്കായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യ മുന്നണിയൊക്കെ ആയി നല്ല രീതിയിൽ കോൺഗ്രസുമായി സഹകരിച്ചു പോകുന്നൊരു ഘട്ടമായിരുന്നു അന്ന്. പക്ഷേ ആ ഘട്ടത്തിൽ നിന്ന് ഇവർ തിരിഞ്ഞു നടക്കുകയാണ്. ആ തിരിഞ്ഞു നടത്തം കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഒരിക്കലും ഭൂഷണമല്ല. നമുക്ക് നമ്മുടെ രാഷ്ട്രീയം കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ എടുത്ത നിലപാട് പിണറായിസത്തിനെതിരായിരുന്നു. ആ നിലപാടിൽ നിന്ന് ഒരു മില്ലിമീറ്റർ ഞാൻ മാറിയിട്ടില്ല. എനിക്ക് കേരളത്തിൽ മലപ്പുറത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് അത് തരാൻ യു.ഡി.എഫ് തയ്യാറായി നിൽക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാനെടുത്ത നിലപാട് ഈ മരുമോനിസവും ഈ കുടുംബാധിപത്യമാണ്. അതിനെതിരെ പോരാട്ടം നയിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്ന എൻ്റെ മനസാക്ഷിയുടെ എൻ്റെ തള്ളലാണ് ഞാൻ ബേപ്പൂരിൽ പോയിട്ട് ഇത്രയും വലിയ റിസ്ക് എടുത്ത് ഞാൻ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. യു.ഡി.എഫിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമുള്ള ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. കാരണം എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത്രയും ശക്തമായി പിന്തുണച്ചത് യു.ഡി.എഫ് ആണ്. അവർ പ്രവർത്തകരാണ്. രാപ്പകലില്ലാതെ ഒരു കാലത്തും കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയ്ക്ക് ബേപ്പൂരിൽ ഇത്ര വലിയൊരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് യു.ഡി.എഫിൻ്റെ പ്രവർത്തകരാണ്. അത്രയും സിൻസിയറായിട്ട് അവർ പ്രവർത്തിച്ച് നാളെ ഈ പിണറായിസത്തിൻ്റെ പോരാട്ടം യു.ഡി.എഫ് മുന്നോട്ട് പോകുമ്പം അതിൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയമാണ്? അതിന് സാധ്യമല്ലാത്തതുകൊണ്ടാണ്
നിർണായകമായിട്ടുള്ള ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പം ബേപ്പൂരിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണോ TMCക്ക് ഇങ്ങനെ ഒരു നിലപാടാണെന്ന് ക്ലിയർ ആയത്? അല്ല, ബേപ്പൂരിൽ മത്സരിക്കുമ്പോഴല്ല, കോൺഗ്രസ് വേദി പങ്കിടാൻ കഴിയില്ല, അവരുടെ ലീഡേഴ്സിനെ അയച്ചു തരാൻ കഴിയില്ല. കോൺഗ്രസുമായിട്ടുള്ള പശ്ചിമ ബംഗാളിൽ അവർ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയത്തെ ഇവിടെ സ്റ്റേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആണ് അവർ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയില്ല, പാടില്ല എന്ന് പറഞ്ഞ അവരുടെ ആ നിലപാട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അല്ല, അത് എവിടെയാണെങ്കിലും, ഇപ്പോൾ ഞാൻ വേറെ ഏത് മണ്ഡലത്തിലാണെങ്കിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ അവരുടെ നിലപാട് അത് തന്നെയാണല്ലോ.